നമസ്കാരം. ഈ ശാസ്ത്രീയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറുമൊരു ഡയറ്റ് ഉപദേശമല്ല കേൾക്കാൻ പോകുന്നത്, മറിച്ച് നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ ശരിക്കും എന്താണ് നടക്കുന്നത്, ദീർഘകാല ആരോഗ്യത്തിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഇന്നത്തെ നമ്മുടെ രൂപരേഖ പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം അദൃശ്യമായ മെറ്റബോളിക് ഭീഷണി, പിന്നെ സർക്കാഡിയൻ താളവും ഭക്ഷണക്രമവും, തുടർന്ന് ഇൻസുലിന്റെയും കരളിലെയും പ്രവർത്തനങ്ങൾ, പേശികൾ നൽകുന്ന സംരക്ഷണം, ഒടുവിൽ നമ്മുടെ മെറ്റബോളിക് ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നിവയാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഒന്നാം ഭാഗം, അദൃശ്യമായ മെറ്റബോളിക് ഭീഷണി. നമ്മളിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു 30 വയസ്സിലൊക്കെ വലിയ അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മൾ പൂർണ്ണ സുരക്ഷിതരാണെന്ന്. എന്നാൽ ആ ധാരണയൊന്ന് മാറ്റിയാലോ? ഈ ഗ്രാഫിലെ ആ കേവ് ഒന്ന് ശ്രദ്ധിച്ചേ. മെറ്റബോളിക് തകരാറുകൾ എന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടാവുന്നതല്ല. അതങ്ങനെ പതിയെ പതിയെ ശരീരത്തിൽ അടിഞ്ഞുകൂടി 45നും 65നും ഇടയിലുള്ള പ്രായത്തിൽ ഒരു ടിപ്പിംഗ് പോയിന്റ് വിൻഡോയിലെത്തും. അതായത് പുറമേ നമ്മൾ തികച്ചും ആരോഗ്യവാന്മാരാണെന്ന് തോന്നിയാലും ഉള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. ഇനി രണ്ടാം ഭാഗം നോക്കാം, സർക്കാഡിയൻ താളവും ഭക്ഷണക്രമവും. ഈയൊരു അപകടകരമായ ഘട്ടത്തിലേക്ക് നമ്മെ തള്ളിവിടുന്ന പ്രധാന വില്ലൻ ആരാണെന്നോ? നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലും ശരീരത്തിന്റെ സ്വാഭാവിക ബയോളജിക്കൽ ക്ലോക്കും തമ്മിലുള്ള വലിയൊരു പൊരുത്തക്കേടാണത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു വലിയ അബദ്ധമുണ്ട്. പകൽ സമയത്ത്, അതായത് നമ്മൾ ഏറ്റവും ആക്റ്റീവായിരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കും, അല്ലെങ്കിൽ വല്ല കോഫിയിലും ഒതുക്കും. എന്നിട്ടോ നേരെ വിപരീതമായി രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് കാലറി കൂടുതലുള്ള വലിയ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യും. ഒപ്പം പലതരം രുചികൾ കാരണം ആവശ്യമില്ലാതെ വലിച്ചുവാരി തിന്നുന്ന ഒരു രീതിയും നമുക്കിടയിലുണ്ട്. ശരിയല്ലേ? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. രാത്രിയാകുമ്പോൾ ശരീരത്തിൽ സ്വാഭാവികമായി മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് പാൻക്രിയാസിനോട് ഇനി വിശ്രമിച്ചോളൂ എന്ന് പറയുന്ന സമയമാണ്. ആ സമയത്ത് പോയി ഭാരമേറിയ ഭക്ഷണം കഴിച്ചാൽ എന്ത് സംഭവിക്കും? അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും നിങ്ങളുടെ ഉറക്കത്തിന്റെ സ്വാഭാവിക താളത്തെ പൂർണ്ണമായും തകർക്കുകയും ചെയ്യും. ഇത് ശരിക്കും നമ്മുടെ മെറ്റബോളിസത്തെ തകിടം മറിക്കും. മൂന്നാം ഭാഗം, ഇൻസുലിൻ, കരൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ. ഇനി നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മൈക്രോസ്കോപ്പിക്കായിട്ട് നോക്കാം. ഈ പറഞ്ഞ തെറ്റായ ശീലങ്ങൾ നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കുന്ന ആ അദൃശ്യമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥിരമായി അമിതമായ കലോറിയും വ്യായാമമില്ലായ്മയും കൂടുമ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ, രക്തത്തിലുള്ള ഗ്ലൂക്കോസ് വലിച്ചെടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഇൻസുലിൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ നിങ്ങളുടെ കോശങ്ങൾ മൈൻഡ് ചെയ്യാതാവുന്നു. അതൊരു വലിയ പ്രശ്നമാണ്. ഈ ചിത്രം നോക്കൂ. കൊഴുപ്പ് സൂക്ഷിക്കാനുള്ള നമ്മുടെ അഡിപ്പോസ് കോശങ്ങൾ നിറഞ്ഞു കവിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ അധികമുള്ള കൊഴുപ്പ് നേരെ ഹൃദയം, കരൾ തുടങ്ങിയ മറ്റ് അവയവങ്ങളിലേക്ക് പോകും. യഥാർത്ഥത്തിൽ കൊഴുപ്പ് സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതല്ല ഈ അവയവങ്ങൾ. അതുകൊണ്ടുതന്നെ ഇതൊരു വലിയ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെയാണ് എക്ടോപിക് ഫാറ്റ് എന്ന് വിളിക്കുന്നത്. ഈ കൊഴുപ്പ് നമ്മുടെ കോശങ്ങളുടെ മെറ്റബോളിക് സംവിധാനത്തെ ശാരീരികമായി തന്നെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ വരുമ്പോൾ പേശികളിലേക്കുള്ള ഗ്ലൂക്കോസ് പോക്ക് കുറയുകയും അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പാൻക്രിയാസിന് വീണ്ടും വീണ്ടും കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരികയും ചെയ്യുന്നു. ശരിക്കും ഇതൊരു കുരുക്കാണ്. ഇനി കരളിലേക്ക് വരാം. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ട്രാഫിക് കൺട്രോളറാണ് കരള്. എന്നാൽ പ്രോസസ് ചെയ്ത കാർബോഹൈഡ്രേറ്റുകളും ഫ്രക്ടോസുമൊക്കെ അമിതമായി ഉള്ളിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആ അധികമുള്ളതിനെ ഫാറ്റി ആസിഡുകളാക്കി മാറ്റാൻ കരൾ നിർബന്ധിതനാകും. ഈ പ്രക്രിയയെ ഡീനോവോ ലിപ്പോജനസിസ് എന്നാണ് വിളിക്കുന്നത്. ഫാറ്റി ലിവർ പോലെയുള്ള അവസ്ഥകളിലേക്ക് ഇത് നമ്മളെ കൊണ്ടെത്തിക്കും. ഇവിടെ നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നൊരു കാര്യമുണ്ട്. ഹോൾ വീറ്റ് അഥവാ മുഴുവൻ ഗോതമ്പ് കഴിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതൊരുപാട് പൊടിച്ചും മാവാക്കിയ രൂപത്തിലാണെങ്കിലോ അത് നമ്മുടെ ശരീരത്തിൽ വെറും പഞ്ചസാര പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പൊടിക്കാത്ത പൂർണ്ണധാന്യങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നിങ്ങളുടെ മെറ്റബോളിക് ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. നാലാം ഭാഗം, പേശികൾ. ഏറ്റവും വലിയ സംരക്ഷണം. കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകളെക്കുറിച്ച് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. ഇനി നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ പ്രതിരോധ കവചത്തെക്കുറിച്ച് നോക്കാം. നമ്മുടെ പേശികളെക്കുറിച്ചുള്ള ധാരണകൾ തന്നെ മാറ്റേണ്ട സമയമാണിത്. നമ്മുടെ അസ്ഥികൾ ചലിപ്പിക്കാൻ സഹായിക്കുക എന്നത് മാത്രമല്ലാട്ടോ പേശികളുടെ ധർമ്മം. ഭക്ഷണം കഴിച്ചതിനു ശേഷം രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ വലിച്ചെടുത്ത് വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു വലിയ സ്പോഞ്ചായിട്ടാണ് ഈ പേശികൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം.
രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു 10-20 മിനിറ്റ് ലഘുവായി ഒന്ന് നടക്കുന്നതുപോലും ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സുകളെ പേശികളുടെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഇതിന്റെ ഏറ്റവും വലിയ മാജിക് എന്താണെന്നോ? രക്തത്തിലെ പഞ്ചസാര നീക്കം ചെയ്യാൻ ഇതിന് ഇൻസുലിന്റെ സഹായം പോലും ആവശ്യമില്ല. അത്രയ്ക്ക് എഫക്റ്റീവാണിത്. 5ാം ഭാഗം, നിങ്ങളുടെ മെറ്റബോളിക് റെസിലിയൻസ് നിർമ്മിക്കുക. ഇത്രയും ശാസ്ത്രീയമായ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഇതിനെ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമായി കൊണ്ടുവരാം, എങ്ങനെ നമുക്ക് മികച്ചൊരു ആരോഗ്യം പടുത്തുയർത്താം എന്ന് നോക്കാം. പോഷകാഹാരം, വ്യായാമം, ഉറക്കം, പിന്നെ ഹൃദയാരോഗ്യം. ഈ 4 അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ നമുക്ക് കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയൂ. പെട്ടെന്നുള്ള മാറ്റങ്ങളല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ കൃത്യമായി ജീവിതശൈലിയിൽ കൊണ്ടുവന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് വലിയ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും. ഇതില് റെസിസ്റ്റൻസ് ട്രെയിനിംഗ് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം പേശികളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളെ സുരക്ഷിതമായി സംഭരിച്ചു വെക്കാനുള്ള ശരീരത്തിന്റെ ആ സിങ്ക് അഥവാ സംഭരണശേഷി വലുതാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ മെറ്റബോളിക് ആരോഗ്യം നിർണ്ണയിക്കുന്നത് എന്നോ കഴിക്കുന്ന ഒറ്റപ്പെട്ട ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീനുകളോ മാത്രമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ എല്ലാ ദിവസവും നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ നല്ല തീരുമാനങ്ങളുടെയും കൂട്ടായ ഫലമാണത്. അപ്പോൾ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി. ഈ അറിവ് വെച്ചുകൊണ്ട് നിങ്ങളുടെ മെറ്റബോളിക് ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇന്നു മുതൽ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരുത്താൻ പോകുന്നത്? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയൊരു വിഷയവുമായി ഈ വിശദീകരണത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോയിലെ വിവരങ്ങൾ കേവലം അറിവിനും ബോധവൽക്കരണത്തിനും വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. ഇതൊരിക്കലും ഒരു വിദഗ്ധ വൈദ്യോപദേശമോ രോഗനിർണയമോ അല്ലെങ്കിൽ ചികിത്സയോ അല്ല. പിന്നെ ഇതൊരു ഡോക്ടർ രോഗി ബന്ധം ഉണ്ടാക്കുന്നുമില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതൊരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് പോലെ മാത്രമാണ്, അല്ലാതെ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ തരുന്ന കുറിപ്പടിയല്ല എന്നെപ്പോഴും ഓർക്കുക. ഇനി രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നോ, അത് നമ്മുടെ ആരോഗ്യശീലങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ഭക്ഷണക്രമം, മെറ്റബോളിസം അഥവാ ശരീരത്തിന്റെ ഊർജ്ജവിനിയോഗം, അതുമല്ലെങ്കിൽ മറ്റ് ആരോഗ്യരീതികൾ, ഇവയിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് തീർച്ചയായും യോഗ്യതയുള്ള ഒരു ഡോക്ടറുടെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം നിർബന്ധമായും തേടിയിരിക്കണം. അവസാനമായി പറയാനുള്ളത് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നതും പിന്തുടരുന്നതുമൊക്കെ പൂർണ്ണമായും നിങ്ങളുടെ സ്വന്തം റിസ്കിൽ അഥവാ ഉത്തരവാദിത്തത്തിൽ മാത്രമായിരിക്കും. ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് രചയിതാക്കൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥമെന്താണ്? വളരെ ലളിതമാണ്. നമ്മുടെ ആരോഗ്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ്, അല്ലാതെ ഇത്തരം വീഡിയോകൾക്കല്ല എന്ന് സാരം. ചുരുക്കത്തിൽ, ഇന്റർനെറ്റിൽ നിന്നുള്ള അറിവുകൾ നല്ലതാണെങ്കിലും നിങ്ങളുടെ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ എപ്പോഴും ഒരു ഡോക്ടറുടെ നേരിട്ടുള്ള ഉപദേശം തേടുന്നതാണ് ഏറ്റവും സുരക്ഷിതം.